അമേരിക്കയുടെ അന്തർവാഹിനിക്ക് മറുപടി റഷ്യ നൽകിയിരിക്കുന്നത് മിസൈലിലൂടെയാണ്. മിസൈലിന് പരിധിയില്ലെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ പോരാട്ടം ഒരു യുദ്ധത്തിൽ കലാശിക്കുമോ? അല്ല, ഈ വട്ടന്മാർ രാജ്യഭരണാധികാരികളായാലും അതും പ്രധാനപ്പെട്ട ലോകശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ, ലോക പോലീസ് എന്ന് അഭിമാനിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് നടക്കും, ഇതിനപ്പുറവും നടക്കും. ആ കൺഫ്യൂഷനായിപ്പോൾ ലോകം മുഴുവൻ ആശയക്കുഴപ്പത്തിലായി. ഏതാണ്ട് 69ഓളം രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്കെതിരെ പടവാൾ ഉയർത്തിയിരിക്കുകയാണ്. ഇയാൾ എന്താ ഈ കാണിക്കുന്ന ചുങ്കമെന്ന് പറഞ്ഞ് മറ്റൊരു ഭീകരത, വ്യാപാര ഭീകരതയാണ് നടത്തുന്നത്. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നത്. കാര്യങ്ങളൊക്കെ വഷളാക്കുകയാണ് ഇസ്രായേലിലും അതുപോലെ തന്നെ റഷ്യയിലും ഉക്രൈനിലും എല്ലാം തന്നെ. ലോകത്തെ ഒരു വലിയ മഹായുദ്ധത്തിൽ പിടിച്ചിടാനുള്ളൊരു ശ്രമത്തിലേക്ക് പോകാതുള്ളൂ. ഈ മണ്ടന്മാർ, മെഗലോമാനിയാക്കുകൾ, ഇമ്പസൈലുകളൊക്കെ ഭരണാധികാരികളായി ഇത് സംഭവിക്കും. ശരിയായിട്ട് ലോകകാര്യങ്ങൾ പഠിക്കുന്നില്ല ഇദ്ദേഹം. കച്ചവട ലാഭം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രമെന്ന് പറയുന്നത്. ഇലോൺ മസ്കിൻ്റെ കാര്യം കണ്ടില്ലേ, അദ്ദേഹം ലാഭം മന്ത്രമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ജയിപ്പിച്ചത്. അവർ തമ്മിലടിയായി. ലാഭം മാത്രം അവരുടെ മൂലധനമായിട്ടുള്ള രണ്ടുപേരാണ് ട്രംപും അതുപോലെ തന്നെ ഇലോൺ മസ്കും. രണ്ടുപേരും തമ്മിലും അടിയായി. അപ്പോൾ അദ്ദേഹം മൂന്നാമതൊരു പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. അങ്ങനെ ഒരു ഫയർ ആൻഡ് ഫയർ എന്നുള്ളതാണ് അമേരിക്കൻ മുതലാളിത്തത്തിൻ്റെ നയം. നിങ്ങൾ ശരിയായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ അപ്പോൾ നിങ്ങളെ ഫയർ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ മേശപ്പുറത്തൊരു ചെക്ക് എടുത്ത് വെച്ചിരിക്കും. അല്ല, അതാണ് എല്ലാ യുദ്ധങ്ങളും ഞാൻ നിർത്തി എന്ന് അവകാശപ്പെടുന്ന, എല്ലാ സംഘർഷങ്ങളും ഞാൻ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ട്രംപ് തന്നെ ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. തനി വട്ട് അല്ല എന്തോന്നാ. കാരണം ഈ സംഘർഷങ്ങൾ വഷളാക്കിക്കൊണ്ട്, ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കിക്കൊണ്ട് ഏകപക്ഷീയമായിട്ട് ചുങ്കം തീരുമാനങ്ങൾ എടുക്കുക, അവിടെ ഇരുന്ന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഓരോന്ന് ഒപ്പിട്ട് കൊടുക്കുക. മുഹമ്മദ് ബിൻ തുഗ്ലക് ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു. ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, നയതന്ത്ര ബന്ധങ്ങളെല്ലാം വഷളാക്കും. എന്നിട്ട് പിന്നെയും പറഞ്ഞു മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാണക്കേടാണ് ഇന്ത്യക്ക് ഇത്. ഇനി ഈ പറച്ചിൽ ബാക്കി എല്ലാം സഹിക്കുക. ഞാൻ മധ്യസ്ഥത വഹിച്ചാണ് ഇന്ത്യ യുദ്ധം ഇല്ലാതാക്കിയത് എന്തോ വേണമെങ്കിൽ പറഞ്ഞിട്ട് ഫ്രണ്ടെന്ന് മോദിയെ വിളിക്കാതിരിക്കുക. കാരണം സ്ഥിരതയുള്ള മനുഷ്യനാണ് അദ്ദേഹം. നിങ്ങളെക്കാൾ മുമ്പേ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ കരു നിൽക്കും. കാണ്ടോ കുരു പൊട്ടുന്നത്, ഇപ്പോൾ അമേരിക്കയിൽ കുരു പൊട്ടുന്നത് കാണാം നമുക്ക്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുമായിട്ട് വ്യാപാരമില്ലെങ്കിൽ ഇന്ത്യ അങ്ങ് പാതാളത്തിലേക്ക് താണു പോകുമെന്നാണോ വിചാരിച്ചത്? അങ്ങനൊന്നുമില്ല. നിങ്ങൾ പണ്ട് ഇയാൾക്ക് അതിനെപ്പറ്റി വിവരം കാണില്ലെന്നേ. പണ്ട് അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. ബ്രിട്ടൻ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങളും കൂടി സാങ്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. ഒരു ദുഃഖം സംഭവിച്ചില്ല. ഇന്ത്യക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. AB വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. ധീരമായിട്ട് അതിനെ നേരിട്ട പാരമ്പര്യം. ഇപ്പോൾ അതിനേക്കാൾ ശക്തമാണ് ഇന്ത്യ. ലോകത്തിന് മുഴുവൻ മാന്ദ്യം സംഭവിക്കുമ്പോഴും വളർച്ചാ നിരക്ക് കുറയുമ്പോഴും വളർച്ചാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഒഴുക്കിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇയാളൊരു സാങ്ഷൻ കൊണ്ടുവന്നിട്ട് ചുങ്കം കൂട്ടി, സാങ്ഷനിലല്ലോ, ചുങ്കം കൂട്ടി കൊണ്ടുവന്നാലും യാതൊരു കാര്യമില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ നോക്കിക്കോളൂ, റഷ്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ കൊണ്ടുവന്നിട്ട് ആണവ അന്തർവാഹിനികൾ 3 അവിടെ കൊണ്ട് വിന്യസിച്ചെന്ന് പറഞ്ഞു. എന്തോ ചെയ്യാൻ ആണവ അന്തർവാഹിനികൾ? ഇപ്പോൾ മിസൈൽ ഇവർ തമ്മിൽ 5500 കിലോമീറ്ററിൻ്റെ, അതുപോലെ 500 മുതൽ 5500 കിലോമീറ്ററിൻ്റെ വരെ ഉള്ള ദൂരപരിധിയുള്ള മിസൈലുകൾ വിന്യസിക്കുന്നത് സംബന്ധിച്ച് ഇവർ തമ്മിൽ ധാരണ എത്തിയിരുന്നു. അതായത് ഇനി ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തല്ലാതെ ഇത്തരം മിസൈലുകൾ വിക്ഷേപിക്കുകയില്ല. ഈ അന്തർവാഹിനി അവിടെ കൊണ്ടുവന്നിട്ടു എന്ന് കേട്ടതോടെ പുത്തിൻ എളുപ്പമാണ് അതിൽ നിന്ന് പിൻവാങ്ങി. അമേരിക്കയോട് ഇനി ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ല. എവിടെ വേണോ ഈ മിസൈൽ അവർക്ക് ഇനി പ്രയോഗിക്കാം. അമേരിക്കയുടെ കപ്പലടുത്ത് വന്നാലും ശരി, അമേരിക്കയുടെ അന്തർവാഹിനി വന്നാലും ശരി, അതിൻ്റെ മുഴുവൻ നശിപ്പിക്കാൻ ഇത് മതി. അവരുടെ മിസൈൽ ഉപയോഗിച്ച് അവർ നശിപ്പിക്കും, കണ്ടുപിടിച്ചിരിക്കും. കാരണം പ്രതിരോധ തന്ത്രങ്ങൾ മെനയുന്നത് റഷ്യയെ കടത്തിവെട്ടാൻ ഇന്നും ലോകത്തൊരു രാജ്യമില്ല. ഹിറ്റ്ലറെ നേർക്കുനേർ നിന്നുള്ള യുദ്ധത്തിൽ ഇന്ന് തോൽപ്പിച്ച ബോംബ് കൊണ്ടല്ല, ആണവ ബോംബ് കൊണ്ട് നിരപരാധികൾക്ക് മരണം വരിച്ചുകൊണ്ടല്ല, യുദ്ധം ചെയ്താൽ വന്ന നാസി പടയാളികളെ ചെമ്പട പോരിൽ തോൽപ്പിച്ചു. അതാണ് നേർക്കുനേർ യുദ്ധം ചെയ്ത് ധൈര്യമായിട്ട് അതിനെ നേരിട്ട ആൾക്കാരാണ് അവർ. അല്ലാതെ കൊണ്ട് ബോംബ് പൊട്ടിച്ച് ഞങ്ങൾ കണ്ടോ ബോംബ് പൊട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് മനുഷ്യരെയെല്ലാം വലിയൊരു അഗ്നിവലയം കൊണ്ട് കൊന്ന പാരമ്പര്യമല്ല റഷ്യയ്ക്കുള്ളത്. അതുകൊണ്ട് അവർ തിരിച്ചടിക്കും. ആ 3 അന്തർവാഹിനികളും കടലിൻ്റെ അഗാധതയിലേക്ക് ടൈറ്റാനിക് കപ്പൽ പോയതുപോലെ തന്നെ പോവുകയും ചെയ്യും. സംശയമൊന്നുമില്ല. ആ രീതിയിലാണ് റഷ്യയുടെ പ്രതിരോധം നമ്മൾ തന്നെ കണ്ടാണ് യുദ്ധത്തിൽ. അവരുടെ പ്രതിരോധ വ്യൂഹമാണ്, അതായത് ഡിഫൻസ് കമാൻഡാണ് ഇന്ത്യയെ രക്ഷിച്ചത്. അതായത് അവരുടെ S-400, അതിന് ഇന്ത്യ ഇട്ടിരിക്കുന്ന പേര് സുദർശൻ ചക്ര. ഇന്ത്യയിൽ അത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് സ്വയം നിർമ്മിക്കാനുള്ള ലൈസൻസും അവർ നൽകിയിട്ടുണ്ട്, അനുവാദം നമുക്ക് തന്നിട്ടുണ്ട്.
അമേരിക്ക F-35 വാങ്ങിക്കാൻ പറഞ്ഞു, പക്ഷേ യാതൊരു സ്വാതന്ത്ര്യവും അതിവിടെ നിർമ്മിക്കാനോ ഒന്നും അവർ സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല പെൻറ്റഗണിലായിരിക്കും അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കറിയാം ഒരു F-35B സീരീസിൽപ്പെട്ട വിമാനം കുടുങ്ങിപ്പോയത്, അതിന് ചലിക്കാൻ പറ്റാതായിപ്പോയത്, നിശ്ചലമായി പോയത് അമേരിക്കയുടെ ഈ പോളിസി കാരണമാണ്. നിങ്ങളുടെ സാധനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ വാങ്ങിച്ചോളാം എന്ന് അന്നേ പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇതിൻ്റെ വരായികളൊക്കെ വകതിരിവോടെ തിരിച്ചറിഞ്ഞുമാണ് പെരുമാറിയത് മോദി. അല്ലാതെ വകതിരിവില്ലാത്ത വർത്തമാനങ്ങൾ പറയുകയല്ല മോദി ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണിപ്പോൾ ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 തീയതികളിൽ ചൈനയിൽ പോകുന്നത്. ചൈനയിൽ എന്താ നമുക്ക് സെമി കണ്ടക്ടർ, ഇന്നിപ്പോൾ ഏറ്റവും വലിയ ആവശ്യം ലോകത്തിന് പെട്രോളൊന്നുമല്ല, ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. ലോകത്തിൻ്റെ ചാലക ശക്തിയാവാൻ പോകുന്നത് സെമി കണ്ടക്ടറാണ്. എന്താ കാരണം? പെട്രോളിൻ്റെ ആൾട്ടർനേറ്റീവായ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന സംഭവം ഈ സെമി കണ്ടക്ടേഴ്സാണ്, ലിഥിയം ബാറ്ററിയാണ്. ആ ലിഥിയം ബാറ്ററികൾ കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഓയിലും വേണ്ട, ഒന്നും വേണ്ട. അവർ പാകിസ്ഥാൻ ഈ എണ്ണപ്പാടങ്ങളുണ്ടാക്കും. ഈ എണ്ണയുടെ കാലമൊക്കെ പോയി കഴിഞ്ഞ് ഫോസിൽ ഫ്യൂവൽ ലോകം വർജിക്കാൻ പോവാണ്. അതുമൂലമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ഈ സെമി കണ്ടക്ടറുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഇലക്ട്രോണിക് വെഹിക്കിൾ നിർമ്മിക്കാം. ആ വെഹിക്കിൾ നിർമ്മിച്ചാൽ ഇപ്പോഴത്തെ കുഴപ്പം വലിയ വില കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ ഈ ചൈനയിൽ നിന്ന് നമ്മൾ ഈ ലിഥിയം ബാറ്ററി കൈക്കലാക്കി കഴിഞ്ഞാൽ വലിയ വിലക്കുറവിൽ നമുക്ക് സാധാരണ കാറിൻ്റെ വിലയിൽ തന്നെ ഇത്തരം വാഹനങ്ങൾ നിർമ്മിക്കാം. അത് നമ്മുടെ ഇക്കോണമിയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ചൈനയുമായിട്ടുള്ള ബന്ധം, അമേരിക്കയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ശരിയാണ്, നമ്മുടെ വ്യാപാര ലോക പോലീസായി അവകാശപ്പെടുന്ന ഒരു രാജ്യവുമായി നമ്മൾ അങ്ങനെ അവഗണിക്കാൻ കഴിയുമോ പൂർണ്ണമായി? അല്ല, അവഗണിക്കുകയല്ല. ഇങ്ങനൊരു അച്ചുതണ്ട് വരുന്നതോടുകൂടി തന്നെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ വരും. ഇത് മാത്രമല്ലല്ലോ, ബ്രസീൽ ഇന്ത്യയോടൊപ്പം നിൽക്കും. അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ശക്തിയായിട്ട് അത് മാറും. അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് വരും. പണ്ട് നാറ്റോ സഖ്യത്തിന് പകരം വാഴ്സ സഖ്യം ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല, നമുക്കറിയാം. പൂർവ്വ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം നിലം പൊത്തി വീണു. അപ്പോൾ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവായി ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് ചൈന, ഇന്ത്യ, റഷ്യ, ബ്രസീൽ ചേർന്നുള്ള അച്ഛനുണ്ട്. ബ്രസീൽ മോശമൊന്നുമല്ല, എണ്ണയുടെ ഉൽപ്പാദന കേന്ദ്രം. അതിനോടൊപ്പം ഇറാനും ഉണ്ട്. ഈ രാജ്യങ്ങളുടെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു അച്ചുകൊണ്ട് വരണമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ ധനശാസ്ത്രജ്ഞന്മാരും, എല്ലാ വിദേശകാര്യ നിരീക്ഷകന്മാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിലേക്കുള്ളതാണ് ഇന്ത്യയുടെ ചുവടുവെപ്പുകൾ. നമ്മളിപ്പോൾ പുതിയ റഷ്യയിലിപ്പോൾ അജിത് ഡോവൽ പോയിരിക്കുന്നത്, നമ്മൾ ഇപ്പോൾ പോയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ സീരീസിൽപ്പെട്ട വിമാനങ്ങൾ, മിഗ് വിമാനം അവർ തന്നതാണല്ലോ, ആ മിഗ് വിമാനത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ടുള്ള വിമാനം വാങ്ങിക്കുകയാണ്. അതിൻ്റെ പേര് Su-57. അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള അനുവാദവും റഷ്യ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡീലിന് വേണ്ടി കൂടിയാണ്, അതിന് മാത്രമല്ല. പിന്നെ കൂടുതൽ പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ, അത് ട്രംപിൻ്റെ കരണക്കുറ്റി കയറ്റ അടി തന്നെയാണ്. കൂടുതൽ ഇറക്കുമെന്നാൽ നിങ്ങളിങ്ങനെ ചുങ്കം പ്രഖ്യാപിച്ചോ, ഇനി നിങ്ങൾ 100% അങ്ങ് ഏർപ്പെടുത്തിക്കോ. ഇപ്പോൾ എന്തായാലും ഈ 50% ചുങ്കം വന്നുകൊണ്ട് ഇനി അവരുമായിട്ട് കച്ചവടം നടക്കുകയില്ല. എന്നാൽ പിന്നെ 100% അങ്ങ് ആക്കിയേക്കാൻ തീരുമാനിക്കും. കാരണം കാശായിട്ട് കൊടുത്താൽ, കാശെന്ന് പറഞ്ഞാൽ റുപ്പിയായിട്ട് കൊടുത്താൽ മതി, ഡോളറിൻ്റെ ആവശ്യമില്ല. അതോടുകൂടി ഡോളറിൻ്റെ വിലയായിട്ട് ഈ പേടി കൊണ്ടാണ് ഈ ചുങ്കം ഏർപ്പെടുത്തത്. ഈ ചുങ്കത്തിന് തിരിച്ചടിയായിട്ടാണ് നമ്മൾ വീണ്ടും കൂടുതൽ വാങ്ങിക്കുന്നത്. നമ്മളങ്ങ് കീഴടങ്ങി പോകും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ ഇസ്രായേലിനോട് കളിക്കുന്ന കളിയൊന്നും ഞങ്ങളോട് വേണ്ടെന്ന് റഷ്യ പറഞ്ഞു. അത് പറയാതെ പറയുകയാണ് ഇന്ത്യ, ഞങ്ങളുടെ അടുത്ത് ഈ കളിയൊന്നും വേണ്ട, ഞങ്ങളിത് വകവെക്കുകയല്ല എന്ന് തന്നെ, നിങ്ങളുടെ അടിമരാജ്യമൊന്നുമല്ല ഞങ്ങൾ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വാചകം അടിക്കുന്നു. പക്ഷേ ഈ മോദി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നിശബ്ദമായിട്ട്. ഒരു നിശബ്ദ വിപ്ലവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു റീഡിങ്. അല്ലാതെ മോദി ഒരു റിസ്കിന് പോകുന്ന ആളല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.